തന്നതാ. അത് അനുഭവിക്കണം സാറേ. അത് അനുഭവിക്കാനുള്ള എല്ലാ കഴിവും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കുറവും നമുക്ക് തന്നിട്ടില്ല സാറേ. എല്ലാ കഴിവും ഇവിടെ വന്നിട്ടുള്ള എല്ലാ രാജകുമാരന്മാരും ഇവിടെ നമ്മൾ കാണാൻ ഈ മുക്കമല ടൗണിലൊക്കെ പോയാൽ, എല്ലാ ടൗണിൽ പോയാൽ നല്ല സമ്പന്നതയിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. ജാതകച്ചിയെ ആ സമ്പന്നതയിൽ നമുക്ക് എന്തുകൊണ്ട് ജീവിച്ചൂടാ? നമുക്ക് എന്തുകൊണ്ട് ജീവിച്ചൂടാ? അത് നമ്മൾ സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്നുണ്ടാ. നമുക്ക് കൊണ്ട് കയ്യില്ലാന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതുകൊണ്ടാ നമുക്ക് അങ്ങനെ വരുന്നത്. എല്ലാം നമ്മൾക്കും കൂടി ഉള്ളതാ. ഈ പ്രകൃതി ഇന്നാൾക്ക് വേണ്ടി, ഇന്ന വിഭാഗത്തിന് വേണ്ടി മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രകൃതി എല്ലാവർക്കും വേണ്ടിയാ സാർ ഉണ്ടാക്കിയുള്ളത്. അതിന്റെ അകത്താണ് ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത്. ഇനി വരാൻ വേണ്ടി പോകുന്ന തീരദേശ റോഡുകൾ വരുന്നുണ്ട്. ഈ റോഡുകളും പാലങ്ങളും അതേപോലെ റിസോർട്ടുകള്, ഹോട്ടലുകള്, എന്തിനാ പറയുന്നത്? റഫീഖ് സാർ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വയനാട് പോയി ഒരു ദിവസം തങ്ങിച്ച നാളെ BOP ആണെങ്കിൽ അതിന്റെ മുമ്പത്തെ ദിവസം പോയിട്ട് റിസോർട്ട് റൂം എടുത്ത് നടക്കുന്ന പറയുന്നത്. ഇത് എവിടുന്നത്? ഇത് അയാളെ നേരത്തെ വന്നിട്ട് പറയുന്നത് നമ്മൾ കടത്തിലായ ഒരാളാണ്. ആ തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ നേരത്തെ ചെറിയ മോളെ കാണിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, നാളെകളില് നമ്മൾക്ക് ജീവിച്ചിങ്ങനെ പോവാം. പക്ഷെ നാളെകളിൽ ജീവിച്ചു അങ്ങനെ പോയി കൂടാ സാറേ. പിച്ചക്കാരനെ കാട്ടി കഷ്ടത്തിലായിരിക്കും ഈ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ. സാറേ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ടല്ല നമ്മളെ വകതിരിവ് അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടാകുന്നത്. നമ്മൾ കൂടിച്ചേരുന്ന ആളുകളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും നമുക്ക് വകതിരിവുണ്ടാവും. ആ വകതിരിവിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഇനിയുള്ള കാലഘട്ടം സമ്പന്നര് മാത്രം ജീവിക്കുന്ന തരത്തിലേക്ക്, താഴെ തട്ടിലുള്ള, ഞാൻ രാവിലെ മോർണിംഗ് മീറ്റിൽ പറഞ്ഞതുപോലെ BPL കാർഡുകാർക്ക് സബ്സിഡികൾ വെട്ടിക്കുറച്ചു സാറേ. എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ചു. എന്തിനാണോ കുറക്കുന്നത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയാ. ദരിദ്രർ ഇല്ലാന്ന് കാണിക്കുന്നതിന് വേണ്ടിയാ. പക്ഷെ ദരിദ്രരെല്ലാം ഇവിടെ ഉള്ളത് കൂടുതലും. ആദ്യം നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അവനവൻ വിചാരിച്ചാൽ മാത്രമേ മാറൂ. അവനവൻ വിചാരിച്ചാൽ മാത്രമേ മാറൂ. അല്ലാതെ നമ്മൾ ആരും വന്നിട്ട് കൈവച്ചിട്ട് വാടാ ഇങ്ങനെ രക്ഷപ്പെടുത്തുകയാണെന്ന് പറയില്ല. ഇതാ ബൈജു സാറുണ്ട്, അതുപോലെ റഫീഖ് സാറുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ വന്ന വഴിയിലൂടെ എവിടെയാണോ മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് എവിടെയാണോ തടസ്സങ്ങളുള്ളത്, എവിടെയാണോ മുള്ളുകളുള്ളത്, എവിടെയാണോ കല്ലുകളുള്ളത്, അതൊക്കെ തട്ടി മാറ്റി ഒരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറേ. ഞങ്ങളെ പോലെയുള്ള ആളുകൾ നിരന്തരം സഞ്ചരിച്ചു മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും സഞ്ചരിച്ചതിന്റെ ഭാഗമായി നല്ലൊരു പാത വെട്ടി വെച്ചിട്ടുണ്ട്. 12 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്. 12 വർഷമായി സാറേ. ഈ 12 വർഷത്തിനുള്ളിൽ ഇന്ന് കാണുന്ന യൂട്യൂബുകളും അതുപോലെ ഫേസ്ബുക്കുകളും മറ്റുള്ള ഇൻസ്റ്റഗ്രാമുകളും എല്ലാം തന്നെ വ്യാപകമായി നടക്കുന്ന സമയത്ത് ഈ 12 വർഷം ഒരു കമ്പനിക്കെതിരെ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് സാറേ? ഇത് ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണം സാറേ. 12 വർഷം നമ്മളെല്ലാവരുടെ കയ്യിലും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും